ശശി തരൂർ 10 സോണിയാഗാന്ധി. തീർച്ചയായും ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് നമുക്കറിയാം, ആദ്യമായൊന്നുമല്ല ശശി തരൂർ പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്നത്. ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന്റെ ഒരു നോമിനി അല്ല അധ്യക്ഷ സ്ഥാനത്തേക്ക് വരേണ്ടത്, മറിച്ച് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ ഇഷ്ടപ്പെടുന്ന ഒരാളാകണമെന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് തരൂർ മത്സരിക്കുന്നത്. അതിനു മുമ്പ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ ഒട്ടേറെ തവണ തരൂർ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കന്നുകാലി ക്ലാസ് പരാമർശം മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിച്ചാൽ കേരള വിഷയങ്ങൾ വരുമ്പോൾ വിഴിഞ്ഞം വിഷയത്തിലടക്കം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ. പക്ഷെ അപ്പോഴൊന്നും കാര്യമായ താക്കീതോ മുന്നറിയിപ്പോ ഒന്നും തരൂരിന് ലഭിച്ചിരുന്നില്ല. ഈ വിഷയം രമ്യമായി പരിഹരിക്കുക എന്നൊരു നയത്തിലേക്ക് ഹൈക്കമാൻഡിന് പോകേണ്ടി വന്നിരുന്നു. അതിന് കാരണമെന്നത് തരൂരിന്റെ ഇമേജ് ഉണ്ട്. അതിനപ്പുറത്ത് തരൂർ പറയുന്ന വിഷയങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അങ്ങനെയൊക്കെയുള്ള നിരവധിയായ വിഷയങ്ങൾ കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലം. അപ്പോൾ ഈ കൂടിക്കാഴ്ചയിലും ഏത് തരത്തിലുള്ള ഒരു നീക്കമായിരിക്കാം ഹൈക്കമാൻഡിൽ നിന്നുണ്ടാകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, അതായത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് അഭിപ്രായ വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മത്സരിച്ചാൽ മാത്രമേ കോൺഗ്രസിനുള്ളിൽ ജനാധിപത്യം നിലനിൽക്കുന്നു എന്നൊരു ധാരണ പൊതുസമൂഹത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നൊരു നിലപാടിലായിരുന്നു രാഹുൽ ഗാന്ധി. പിന്നീട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധിയും പിന്നീട് ശശി തരൂരും തമ്മിലുള്ള ബന്ധത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതാണ് വലിയൊരു ഉലച്ചിന്റെ വഴിവെച്ചത്. അതായത് അതാണ് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയത്. അവിടെ രാഹുൽ ഗാന്ധിയുമായി അടുപ്പമുള്ള കേരളത്തിൽ നിന്നുള്ള ചില നേതാക്കളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നായിരുന്നു ശശി തരൂരിന്റെ പ്രധാനപ്പെട്ട വിമർശനം. പലതവണ രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് ചർച്ച നടത്താൻ അപ്പോയിന്റ്മെന്റ് തേടിയിട്ടും അതിനാരും അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അവർ എപ്പോഴും മുഖം തിരിക്കുന്ന ഒരു സമീപനമാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ നിന്നുണ്ടായത്. അതിനിടയിലാണ് ഈ സംസ്ഥാനത്തെ ഈ ലേഖന വിവാദം വലിയ തരത്തിൽ ചർച്ചയായി മാറുകയും ഇടതു നേതാക്കളടക്കം ശശി തരൂരിനെ പരസ്യമായി തന്നെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായത്. സ്വാഭാവികമായി കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെയാണ് ഹൈക്കമാൻഡ് നേതൃത്വം മഞ്ഞുരുക്കലിന് ഇടപെടൽ നടത്തുന്നു, പരസ്യ പ്രതികരണം തരൂരിനെതിരെ പരസ്യ പ്രതികരണം നടത്തി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഇടപെടലുകളിലേക്ക് മുതിർന്ന നേതാക്കൾ കടക്കരുത് എന്ന് ഹൈക്കമാൻഡിന്റെ മുന്നറിയിപ്പുണ്ട് എന്ന വാർത്ത ഇന്ന് നമ്മൾ തന്നെയാണ് പുറത്തുവിട്ടത്. അതിനുശേഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ സംസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ ഒരു വലിയ അഭിപ്രായ ഭിന്നതകളിലേക്ക് വഴിവെക്കുന്ന പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധി തന്നെ വിഷയത്തിൽ നേരിട്ടിടപെട്ട് ശശി തരൂരിനെ അനുനയിപ്പിക്കാനുള്ള നിർണായകമായ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് എന്നതാണ്. ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകനൊപ്പം കോൺഗ്രസ് നിരീക്ഷകൻ കൂടിയായ N. ശ്രീകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ N. ശ്രീകുമാർ,